കഴിഞ്ഞ ഡിസംബറിൽ ഊട്ടിയിൽ ആകെ മഞ്ഞ് മൂടി കിടക്കാമെന്ന് കേട്ടപ്പോൾ നമ്മൾ പോയി. പക്ഷെ നമ്മൾ പോയപ്പോൾ മഞ്ഞൊന്നും കാണാൻ വേണ്ടി പറ്റിയില്ല. നല്ല കോട മൂടി കിടന്നൊരു ഊട്ടി. അങ്ങനെ നമ്മൾ രാവിലെ ഇറങ്ങി അവിടെ എത്തിയപ്പോഴേക്കും ഉച്ചയായിരുന്നു. നമ്മളൊരു റിസോർട്ടിൽ കാര്യം പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളൊരു 3 കപ്പിൾസ് ടീമായിരുന്നു. അവിടേക്ക് പോകുന്ന വഴി നല്ല ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഇവിടെയും തട്ടിമുട്ടിയോണ്ടാണ് നമ്മൾ അത്രയും ലേറ്റ് ആയത് അവിടെ എത്താനും വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ നമ്മളെടുത്തിരുന്ന വില്ല ഇതായിരുന്നു. പുറത്തേക്കുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അപ്പാരായിരുന്നു. ഭയങ്കര രസമായിട്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ താഴെ ഒരു റൂമും മുകളിൽ 2 റൂമുള്ള ഒരു വില്ലയായിരുന്നു. സ്റ്റെയറിൻ്റെ അടുക്കൂടിയൊക്കെ നോക്കിയാൽ നമുക്ക് ഫുള്ള് വ്യൂ ആണ്. അങ്ങനെ റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അവിടെ നിന്നുള്ള ബാൽക്കണി വ്യൂ അതായിരുന്നു സൂപ്പർബായിട്ടുണ്ടായിരുന്നത്. 3 റൂമിൽ നമുക്ക് നല്ല രസമുള്ള വ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതായിരുന്നു നമ്മളെ റൂമിൻ്റെ പുറത്തോട്ടുള്ള വ്യൂ. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഫുൾ കളർഫുൾ ആയിട്ടുള്ള ഊട്ടിയാണ് നമ്മൾ കണ്ടത്. മഞ്ഞൊന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ നമ്മൾ അവിടുന്ന് ഒരു ഡിന്നറും കാര്യമൊക്കെ കഴിച്ചു. പക്ഷെ അതിന് മുമ്പ് നമ്മൾ ഈവനിങ് ഈ വണ്ടിയൊക്കെ നമ്മൾ തന്നെ ഓടിച്ചു നോക്കിയിട്ടായിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കരുതി രാത്രിയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുന്നു. പക്ഷേ തണുപ്പ് അപ്പോഴാണ് വന്നത് മക്കളെ. അങ്ങനെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല രാത്രി. പിന്നെ രാവിലെയുള്ള ഒരു വ്യൂ ഇതായിരുന്നു. പിന്നെ നമ്മൾ ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് അവിടെ കുറച്ച് മിനി ഐറ്റംസ് ഒക്കെ മൾട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമ്മൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി. കാരണം ജസ്റ്റ് ഒരു ജേർണി എൻജോയ് ചെയ്യുക എന്നുള്ള മാത്രം ഉദ്ദേശത്തോടെ പോയൊരു യാത്രയായിരുന്നു. അങ്ങനെ പിന്നെയാണ് നമ്മൾ കാര്യമായിട്ടുള്ള കോട അനുഭവിക്കുന്നത് ആ ഒരു ടൈമിൽ തിരിച്ചു വരുമ്പോൾ. പിന്നെ ഊട്ടി പോയൊരു പട്ടി മസ്റ്റാണല്ലോ. പോകുമ്പോൾ വലിയ കോടൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും തിരിച്ചിറങ്ങുമ്പോൾ നല്ല കോട കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ കൊല്ലത്തെ ഊട്ടി സവാരി കഴിഞ്ഞു.